ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോവ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഒരുപാട് ലേറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, കാരണം ഒരാഴ്ചയായിട്ട് നല്ല സുഖമില്ലായിരുന്നു. ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് വീഡിയോ ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ. അപ്പം എന്നത്തെയും പോലെ അന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കുർബാനയ്ക്കായിട്ട് പോയി കേട്ടോ. അന്ന് രാവിലെ കുർബാന ഉണ്ടായിരുന്നു. താങ്ക്സ് ഗിവിംഗ് മാസാണ് ഞങ്ങൾ അച്ഛൻ്റെ വക. ചാപ്പലിലെത്തി ഞങ്ങൾ ജസ്റ്റ് റീഡിങ്ങും സോങ്സൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. കുർബാന ചൊല്ലി കുർബാന കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പുറത്തിറങ്ങി വന്ന് ഞങ്ങളുടെ ബാഗെല്ലാം അന്ന് വണ്ടിയിലെടുത്ത് വെക്കണം കേട്ടോ. കാരണം ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു. കാരണം വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് കയറും. അതുകൊണ്ട് ബാഗെല്ലാം എടുത്തുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് അതിനായിട്ട് ഞങ്ങൾ താമസിച്ച് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ബാഗെല്ലാം എടുത്തു വെച്ച ശേഷം ഞങ്ങൾ നേരെ ഇതിനോട് ചേർന്നതിനൊരു പള്ളിയുണ്ട് കേട്ടോ. അതും കുറച്ച് നല്ല അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു പള്ളിയാണ്, കാണാനായിട്ടൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം എടുത്തു വെച്ചിട്ട് നേരെ അത് ആ പള്ളിയുടെ അവിടെ എത്തി കേട്ടോ. ഇതാണ് ആ പള്ളിയുടെ മുൻവശം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഫാമിലിയായിട്ടും ഒരു ഗ്രൂപ്പായിട്ടും ഒക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പഞ്ചിം ചർച്ചിലോട്ടാണ് കേട്ടോ. ഒരുപാട് നല്ല ബോളിവുഡ് മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പള്ളിയാണ് പഞ്ചിം ചർച്ച്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇങ്ങനെ വണ്ടിയിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഞ്ചിം ചർച്ചിലെത്തി കേട്ടോ. എത്തിയപ്പോഴേക്കും ഉണ്ട് അവരുടെ സ്റ്റെപ്പിൽ സുന്ദരിയായ ഒരു അമ്മച്ചി ചട്ടമുണ്ടൊക്കെ കൊടുത്ത്. അപ്പോൾ അപ്പച്ചനും ഉണ്ട്, അവരുടെ മക്കളും ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ വല്യമ്മച്ചി ഓർമ്മ വന്നു കേട്ടോ പെട്ടെന്ന്. ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ ഉള്ള ഒരു അമ്മച്ചിനെ കാണാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഏതായാലും ഞാൻ അവരുടെ കൂടെ ഒരു ഫോട്ടോസൊക്കെ. അവിടുന്ന് നേരെ പോയത് കോക്കോ ബീച്ചിലാണ് കേട്ടോ. ചിന്നവാടയുണ്ട്, ഷിജോ നമ്മുടെ സാഹിബ് ചേട്ടനോട് ഇന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടിൽ കയറി ഡോൾഫിനെ കാണാനുള്ള പോക്കാണ് കേട്ടോ. 1 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ബോട്ടിൽ കൂടെ സഞ്ചരിച്ചു കടലിൻ്റെ ഉള്ളിൽ കൂടെ. ഏതായാലും ഇപ്രാവശ്യം വലിയ പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആദ്യം ആ ബോട്ടിൽ കയറി പേടിയൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ കടലിൽ കൂടെ യാത്ര ചെയ്തത്. പിന്നെ ഡോൾഫിനെ കാണാമെന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്നാണ് കേട്ടോ ഞങ്ങൾ ഡോൾഫിനെ കണ്ടത്. അതിൻ്റെ ചെറിയ ഭാഗമാണിത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും.
ഡോൾഫിനെ കാണണം എന്നുള്ള ആഗ്രഹവും സാധിച്ചു. നിങ്ങളും ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തുനിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന പോലെയൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു കേട്ടോ. ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് മാർക്കറ്റിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ ശേഷം തിരിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. 6 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ബസ്. അങ്ങനെ ബസ്സിൽ കയറി പിറ്റേ ദിവസം 8-8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഗുൽബർഗയിൽ എത്തി കേട്ടോ. അപ്പം വീഡിയോ കണ്ടവർക്കും പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിലൊന്ന് ചാനലൊന്ന് കൂട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.